പ്രിയമുള്ളവരെ, ഇന്ന് കോഴിക്കോട് മിഠായിത്തെരുവിലേക്ക് പോവുകയാണ്. ഞങ്ങൾ പരപ്പനങ്ങാടി റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് ട്രെയിൻ കയറിയത്. ഏകദേശം ഒരു 12 മണി 12:15 ഞങ്ങൾ വണ്ടിയിൽ കയറിയത്. 12:15 പോയിട്ട് 1:20 ആകുമ്പോഴാണ് അവിടെ കോഴിക്കോട് എത്തി. കോഴിക്കോട് തൊട്ടടുത്ത് തന്നെയാണ് റെയിൽവേ സ്റ്റേഷൻ തൊട്ടടുത്ത് തന്നെയാണ് മിഠായിത്തെരുവ് എന്ന് പറയപ്പെടുന്ന MS സ്ട്രീറ്റ് വരുന്നത്. അങ്ങനെ ഞങ്ങളിങ്ങനെ നടന്നു ആ സ്ട്രീറ്റിൻ്റെ ഭാഗത്തെത്തിയിട്ടുണ്ട്. എന്താ ഇവിടുത്തെ തിരക്ക് എന്ന് പറഞ്ഞാൽ, ഏകദേശം ഇവിടെ സമയം നമ്മളൊരു 5 മണിക്കൂർ അല്ലെങ്കിൽ 4 മണിക്കൂറെങ്കിലും ഇവിടെ സ്പെൻഡ് ചെയ്യണമെങ്കിൽ മാത്രമാണ് ഇവിടെ ഏകദേശം ഇതിൻ്റെ ഒരു മൂലയിലേക്ക് നമുക്ക് എത്താൻ കഴിയുള്ളൂ. ഇപ്പോൾ സമയം വളരെ പെട്ടെന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് നമുക്ക് കുറഞ്ഞ സമയം കിട്ടുള്ളൂ ഇവിടെ എത്തിയാൽ, കാരണം ആളുകൾ തിരക്കാണ്. ഈ സാധനങ്ങൾക്കൊക്കെ വില വന്നിട്ടുള്ളത് ഒരു 30 രൂപയ്ക്കാണ്. കണ്ണാടക്കൊക്കെ ചെറിയ കുട്ടികൾക്ക് പറ്റിയ കണ്ണാടകളാണ്. പിന്നെ ഫെൻസി ഐറ്റംസ്, ഈ ചെരുപ്പുകൾ ഷോപ്പുകളുണ്ട്, നല്ല സ്റ്റാൻഡേർഡ് കടകളുണ്ട്, പിന്നെ ലോക്കൽ ഐറ്റംസും ഉണ്ട്. അപ്പോൾ നല്ല സാധനങ്ങൾ നോക്കിയിട്ട് ഷോപ്പിൽ നിന്ന് എടുക്കുക. സർപ്ലസ് ഐറ്റംസ്, ബ്രാൻഡ് ഡ്രസ്സുകളെ ഷോപ്പ് വിലക്കുറവിൽ കിട്ടാനുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കുക കഴിയുകയാണെങ്കിൽ നമുക്ക് നോക്കിയെടുക്കാൻ കഴിയും. നല്ല ബ്രാൻഡ് സാധനങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങളങ്ങനെ പോയിട്ട് പിന്നെ ചെരുപ്പുകൾ, സോക്സുകളൊക്കെ സെറ്റിന് 120 രൂപയാണ്. അങ്ങനെ ഞങ്ങളൊരു 3 മണിക്കാണ് ഇത് തുടങ്ങുന്നത്, സ്റ്റാർട്ടിങ് ചെയ്തത്. 3 മണിക്ക് തുടങ്ങി ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആളുകൾ തിരക്ക് കൂടി വരുന്നുള്ളൂ. ഏകദേശം ഒരു 5 മണി സമയമാകുമ്പോഴാണ് ഇവിടെ തിരക്കിൻ്റെ ശരിക്കുള്ള തിരക്ക് ഇവിടെ ആരംഭിക്കുന്നത്. പിന്നെ ഇതൊക്കെ അങ്ങനെയുള്ള സാധനങ്ങളാണ്. കുറേ വസ്തുക്കൾ ഇവിടെ ഉണ്ട്. പിന്നെ ഡ്രസ്സുകൾ, ഈ കുട്ടികളുടെ ഡ്രസ്സാട്ടത്. ഞാനിത് 2 വാങ്ങിയിട്ടുണ്ട്. ഈ ഡ്രസ്സിന് 100 രൂപയാണ് പറഞ്ഞത്. നല്ല ക്വാളിറ്റിയുള്ള ഡ്രസ്സുകൾ, നമ്മൾ കോയമ്പത്തൂർ അപേക്ഷിച്ച് നല്ല ക്വാളിറ്റി ഡ്രസ്സായിരുന്നു. അങ്ങനെ ഇത് നല്ല അത്യാവശ്യം ഇതിൻ്റെ സ്റ്റാൻഡേർഡ് സാധനങ്ങളാണ് ഉള്ളത്. ഇത് ഒന്നുകിൽ കുറച്ച് പഴക്കമുള്ള സാധനങ്ങളായിരിക്കും. അത് ഷോപ്പിൽ നിന്ന് ഒഴിവാക്കിയ സാധനങ്ങൾ, സെക്കൻഡ് ഹാൻഡ് സാധനങ്ങളല്ല. ഷോപ്പിൽ നിന്ന് ഓൾഡ് സ്റ്റോക്കോ അങ്ങനെ ആയിരിക്കാനാണ് സാധ്യത. അതുപോലെ ഇത് ഡ്രസ്സുകൾ, ലേഡീസിൻ്റെ പാൻറ്റുകളൊക്കെയാണിത്. ഇതും ബ്രാൻഡ് സാധനങ്ങളാണ്. ഹലുവ ബസാറാണ് ഇവിടെ കാര്യമായിട്ടുള്ളത്. ഹലുവകളുടെ ഒരു കേന്ദ്രം കൂടിയാണല്ലോ ഇവിടെ. അപ്പോൾ കോഴിക്കോടൻ ഹലുവ എന്നറിയപ്പെട്ട സംഗതിയാണല്ലോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞങ്ങൾ നിസ്കാരം, ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ട്. പിന്നെ കഴിച്ചതിന് ശേഷമാണ് വീണ്ടും യാത്ര തുടങ്ങുന്നുണ്ട്. അങ്ങനെ ആളുകളൊക്കെ തിരക്ക് കൂടി വരണുള്ളൂ. ഇതിൻ്റെ അപ്പുറം ഈ ഷോപ്പിൻ്റെ അപ്പുറമാണ് ശരിക്കും തുടങ്ങുന്നുണ്ട്. മിഠായിത്തെരുവ് എന്ന് പറയുന്ന ഭാഗം വരുന്നത് ഇവിടെ നിന്നാണ്, ഈ ഏരിയയിൽ നിന്നാണ് ശരിക്കും ആരംഭിക്കുന്നത്. അങ്ങനെ ആളുകൾ ഭയങ്കര തിരക്കായിരുന്നു. ഡ്രസ്സുകളൊക്കെ ഇഷ്ടം പോലെ ഡ്രസ്സുകൾ, നല്ല സ്റ്റാൻഡേർഡ് ഡ്രസ്സുകൾ. ഇവിടെ ഇപ്പോൾ കാണുന്നത് പാൻറ്റുകളാണ്. പിന്നെ അത് കുട്ടികൾക്കുള്ള പാൻറ്റാണ്. 200 രൂപയാണ് വരുന്നത്. ഈ ഡ്രസ്സിന് 2 എണ്ണത്തിന് 500 രൂപ, 2 ഷർട്ടുകൾക്ക് 500 രൂപ. അങ്ങനെയാണ് അതിൻ്റെ വിലക്ക് വന്നിട്ടുള്ളത്. കുട്ടികൾക്ക് പറ്റിയ നല്ല കളക്ഷൻ ഉണ്ട്, നല്ല ക്വാളിറ്റി സാധനങ്ങളുണ്ട്. പിന്നെ ടീഷർട്ടുകളാണ്. ടീഷർട്ടുകൾക്കൊക്കെ ഏകദേശം 100 രൂപ 200 രൂപയൊക്കെയാണ് വില വന്നിട്ടുള്ളത്. അങ്ങനെ ഞങ്ങളങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നടത്തുന്നിടത്ത് അങ്ങനെ പോകുന്നതിനിടയിൽ നല്ല നല്ല സാധനങ്ങൾ ചിലപ്പോൾ കാണുന്നുണ്ട്. അതിനിടയിൽ കണ്ട ഒരു സാധനമാണ് കുട്ടികളുടെ ഡ്രസ്സ്. അത് കുട്ടികൾ ടീഷർട്ടുകൾ മാത്രമുള്ളൊരു സെലക്ഷനാണ്. അപ്പോൾ അതിൽ നല്ല നല്ല സാധനങ്ങളുണ്ട്, നല്ല ക്വാളിറ്റി തോന്നിക്കേണ്ട സാധനങ്ങളുണ്ട്, അല്ലാത്തതുണ്ട്. അപ്പോൾ നോക്കിയിട്ട് ഡാമേജ് നല്ലോണം ചെക്ക് ചെയ്യണം. എല്ലാ ഭാഗങ്ങളും ഡാമേജ് നോക്കിയിട്ട് മാത്രം എടുക്കുക. അത് ചെറിയൊരു പൊട്ടെങ്കിലും വന്നാൽ അത് നമുക്ക് പ്രശ്നമാണ്. അതുകൊണ്ടാണ് പറയുന്നത്, ഉള്ളിലോ എവിടെയെങ്കിലും ഒരു ഭാഗത്ത് ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, തിരിച്ചും മറിച്ചും നോക്കുക, സൂക്ഷ്മ നിരീക്ഷണം നടത്തുക. എന്നിട്ട് മാത്രമാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ സാധനം എടുക്കാൻ പാടുള്ളൂ. അങ്ങനെ ഇതിൻ്റെ മോരാണ് ഇവിടെ വിൽക്കുന്നത്. 20 രൂപയാണ്. മോര് വെള്ളമാണ്. അതിനും ആളുകളുണ്ട്. അത് ഈ മൊത്ത സെൻറ്ററിലാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. കാരണം ആളുകൾക്ക് മാത്രം നടക്കാനുള്ള സ്ഥലമാണ് ഇപ്പോൾ ഇവിടെ. ഈ സമയം ഞായറാഴ്ച പറഞ്ഞാൽ വണ്ടികൾ ഇതിലൂടെ പോകണില്ല. നടുവിൽ വെച്ചിട്ടാണ് ഇവർ വിൽക്കുന്നത്. ഈ കച്ചവടം നല്ല നടന്നുകൊണ്ടിരിക്കുന്ന കച്ചവടമാണ്. വളരെ ഓരോ സംഗതിക്കും അത്രയും സംഗതി. അതിൻ്റെ ഇടയിൽ ഒരു സാധനം, അയലാണല്ലോ ഇത്. അയൽ കെട്ടുക എന്നുള്ള സാധനമാണ്. ഇത് 2 തലക്കലും കണക്ഷൻ കൊടുക്കാൻ പറ്റും. അങ്ങനെ 100 രൂപയെന്നതിന് വില വന്നത്. ഇത് നല്ലൊരു ഉഷാറുള്ള സാധനമായി തോന്നി. 2 വാങ്ങി ഞങ്ങൾ. കാരണം ഇത് 2 ഭാഗത്തും അതിൻ്റെ ഒരു കൊക്കുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നേരിട്ട് കണക്ട് ചെയ്യാം. കുറേ സാധനങ്ങൾ അവിടെ കൊടുക്കുകയും ചെയ്യാം. ഇതിമ്പോൾ തന്നെ ക്ലിപ്പുകളായിട്ട് കുറേ ഉണ്ട്. ബ്രാൻഡഡ് സർപ്ലസ് ഷോപ്പാണ് പിന്നെ വന്നിട്ടുള്ളത്. ഈ ഒരു ഷോപ്പുണ്ടല്ലോ, തിയാറ എന്ന് പറയുന്ന ഈ ഷോപ്പിലാണ് ഞങ്ങൾ കയറിയത്. ഇവിടെ നല്ല ബ്രാൻഡായിരിക്കുന്ന സാധനങ്ങൾ മാത്രമാണ് ഇവിടെ ഉള്ളത്. അലസോളി പോലെയുള്ള സാധനങ്ങൾ അങ്ങനെ ഉള്ള ബ്രാൻഡഡ് ഐറ്റംസ് മാത്രമാണ് ഈ ഷോപ്പിലുള്ളത്. ഇവിടെ കയറി നോക്കുമ്പോൾ നല്ല നല്ല പാൻറ്റുകൾ, അതായത് ജോഗർ ടൈപ്പ് ഉണ്ട്, അല്ലാത്ത ലിനൻ ടൈപ്പ് ഉണ്ട്. അങ്ങനെയുള്ള പാൻറ്റുകളൊക്കെയാണ് ഇവിടെ കാര്യമായിട്ടുള്ളത്. ഇതൊക്കെ 500 രൂപയാണ് ഈ പാൻറ്റുകൾക്കൊക്കെ വില വന്നിട്ടുള്ളത്. നല്ല ജോഗർ ടൈപ്പ് 500 രൂപയാണ് വില വന്നത്. അങ്ങനത്തെ മാത്രമല്ല, ലിനൻ ടൈപ്പും ഉണ്ട്. ഇത് ജോഗറാണ്, ഇതൊക്കെ പോക്കറ്റുള്ള പാൻറ്റുകളാണ്. ലിനൻ ടൈപ്പ് പാൻറ്റുകളും ഉണ്ട്. ഈ പാൻറ്റിനൊക്കെ 500 രൂപയാണ്. എന്നാലും ഇത് ഇതിന് സാധാരണ ഷോപ്പിൽ നമ്മൾ വാങ്ങുമ്പോൾ 1500 വില വരും. ആ വിലക്ക് മൂന്നിലൊരു ഭാഗത്താണ് മാത്രം കൊടുത്താൽ മതി. ഇപ്പോൾ 500 രൂപയ്ക്ക് ഒരു പാൻറ്റ് ഇട്ടാൽ നല്ല പാൻറ്റുമാണ്,
ക്വാളിറ്റിയിലൊന്നും ഒരു കുഴപ്പമില്ല. കാരണം ബ്രാൻഡഡ് ആയിട്ടാണ്, അതും കൂടി മനസ്സിലാക്കണം. നമ്മൾ റോഡ് സൈഡിൽ നിന്ന് വാങ്ങണ മാതിരിയില്ല. മാത്രമല്ല ഞങ്ങളൊരു ട്രാക്ക് സൂട്ടിൻ്റെ ഒരു ഷോപ്പാണ്. ട്രാക്ക് സൂട്ടുകൾ മാത്രമുള്ള ഒരു ഏരിയയാണ്. ഇതിന് 200, 300 ഒക്കെയാണ് വില വരുന്നത്. എന്നാലും വില കുറവ് തന്നെയാണ്. ക്വാളിറ്റി നല്ല കുഴപ്പമില്ലാത്ത ക്വാളിറ്റി ഉണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്കാണ് ഒരു ഡ്രസ്സുകൾ, സ്ത്രീകളുടെ ലേഡീസിൻ്റെ ടോപ്പുകളാണ് വിൽക്കുന്നത്. ടോപ്പിന് വില വന്നിട്ടുള്ളത് 500 രൂപയാണ്. ഇത് പാർട്ടി വെയർ സാധനമാണ്. 500 രൂപ പാർട്ടി വെയറിന് എല്ലാ 3 പീസാണ്, എല്ലാം ഉള്ള സാധനങ്ങളാണ്. അപ്പോൾ അത് നല്ലൊരു വില കുറവ് തന്നെയാണ്. നല്ല സാധനങ്ങളായിട്ടാണ് തോന്നുന്നത്. ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ്. 500 രൂപക്ക് അത് ലാഭം തന്നെയാണ്. പിന്നെ ആളുകൾ നല്ല തിരക്ക് പിടിച്ച്, നമ്മൾ നല്ലോണം നോക്കി, അത് തിരക്കിനിടയിൽ നമ്മൾ നോക്കാതെ പോരുത്. നല്ലോണം നോക്കിയിട്ട് വാങ്ങണം. ഇങ്ങനെയുള്ളൊരു മാർക്കറ്റാണ് ഞായറാഴ്ച നമുക്ക് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇത് വളരെ നല്ലൊരു മാർക്കറ്റാണ്. കാരണം എല്ലാ ഞായറാഴ്ച നമുക്ക് സൺഡേ മാർക്കറ്റിൽ എത്തുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് പോവാം. 10 രൂപ, 20 രൂപ, 30 രൂപയൊക്കെ നമുക്ക് ട്രെയിനിൽ ആണ്ട് പോവാം. അതുപോലെ 30 രൂപ കൊണ്ട് വരും ചെയ്യാം. വളരെ സിമ്പിളായിട്ട് പോയി വരാൻ കഴിയുക ഒരു സ്ഥലമാണ്. ഷൂകളാണിത്. ഷൂകൾക്ക് വരുന്നത് പിന്നെ 350 രൂപ. നല്ല ക്വാളിറ്റി ഷൂ ഒക്കെ ആയിട്ടാണ് തോന്നുന്നത്. 350 രൂപ. ഞങ്ങളങ്ങനെ തിരക്ക് തുടങ്ങിയിട്ടുണ്ട്. നല്ല തിരക്കാണ്. ഉള്ളിൽ കൂടെ പോകാൻ തന്നെ കഴിയാത്ത രീതിയിലുള്ള തിരക്കായിട്ടുണ്ട്. അങ്ങനെ അത്രയും തിരക്കിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ കുട്ടികളൊക്കെ ആയിട്ട് പോകാൻ വലിയ പ്രയാസമുള്ളതാണ്. എങ്കിലും ഈ മാർക്കറ്റ് ഭയങ്കര നമുക്ക് മനസ്സിന് പോകാത്തൊരു മാർക്കറ്റാട്ടോ. ഇങ്ങനെയുള്ള മാർക്കറ്റ് പിന്നെ തിരൂരിലില്ല. കോയമ്പത്തൂർ പോയപ്പോൾ അവിടെയും കണ്ടിട്ടില്ല. ഏതായാലും ഇത്ര തിരക്കും ഇത്ര വിശാലുള്ള സാധനങ്ങളും ക്വാളിറ്റിയുള്ള സാധനങ്ങൾ, ക്വാളിറ്റി ആണ് ഷോപ്പോട് കൂടിയുള്ള ക്വാളിറ്റിയുള്ള സാധനങ്ങൾ റോഡ് സൈഡിലുണ്ട്. അതുമാത്രമല്ല ഷോപ്പിലുള്ള ബ്രാൻഡഡ് നെയിമിലുള്ള ക്വാളിറ്റിയുള്ള സാധനങ്ങളും നമുക്ക് ലഭിക്കും. വില കുറവ് തന്നെ ലഭിക്കും. പിന്നെ ഈ ടീഷർട്ടുകളുടെ ഏരിയ, ടീഷർട്ടുകൾ മാത്രമുള്ള കളക്ഷനാണ്. ഷർട്ടുകൾ, ടീഷർട്ടുകൾ മാത്രം, അങ്ങനെയുള്ളൊരു കളക്ഷൻ ഏരിയയാണ്. ഇതിൻ്റെ ഈ ഒരു ഉള്ളോട്ട് ഏരിയ നെവർ എന്ന് പറഞ്ഞ ഷോപ്പാണ്. നെവർ, അതിൽ നമ്മൾ ട്രാക്ക് സൂട്ടുകൾ നല്ല കുറവിൽ ലഭിക്കുന്നുണ്ട്. ആ ഷോപ്പിൻ്റെ പേര് നെവർ എന്നാണ്. ഇതിനുള്ളിൽ കൊണ്ട് കയറിയാൽ നമുക്ക് കാണാൻ കഴിയും. പിന്നെ അതുപോലെ ലേഡീസിൻ്റെ ബ്രാൻഡഡ് ഐറ്റംസ്, പിന്നെ സാധനങ്ങൾ, അതൊക്കെ നല്ല കുറവിൽ ഇവിടെ കിട്ടുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ യാത്ര തുടരുകയാണ്. ഇങ്ങനെ നടന്നുകൊണ്ട് കേട്ടാ. ഇതിൽ പിന്നെ കുറേ വസ്തുക്കളുണ്ട്, നമ്മൾ വിചാരിച്ച പോലുള്ള കാര്യങ്ങൾ. പിന്നെ ഞങ്ങൾ ഇതിൽ ഒരു 1/3 ഭാഗം പോലും കണ്ടിട്ടുണ്ടാവില്ല. കാരണം ഞങ്ങൾ അവിടെ എത്തിയ സമയം 3 മണിക്കാണ് ഞങ്ങൾ തുടങ്ങുന്നുണ്ട്. 3 മണിക്കൂർ തുടങ്ങി 4:30 ഞങ്ങൾ അവിടെ നിന്ന് പോരുകയാണ്. 4:45. ഇതുകൊണ്ട് ഒന്നും ആവില്ല എന്നുള്ളത് ആദ്യം തന്നെ പറയുകയാണ്. കാരണം ഇത് കാണുകയാണെങ്കിൽ നിങ്ങൾ ഒരു നേരം ഒന്നെങ്കിൽ 9 മണിക്ക് ഇവിടെ അവിടെ എത്തണം. 10 മണിക്കെങ്കിലും അവിടെ എത്തുകയാണെങ്കിൽ 4 മണിയാകുമ്പോൾ ഒരു ഭാഗം നമുക്ക് കണ്ട് തീർക്കാൻ കഴിയും. അത്ര കഴിയുള്ളൂ. എന്നാലും ഫുള്ളാവുന്നല്ല പറയുന്നത്. അതുകൊണ്ട് നേരത്തെ അവിടെ എത്തുക. 4 മണിക്കൂറെങ്കിലും നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ നല്ല സാധനങ്ങൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനും കഴിയും. ഇതാണ് നമ്മൾ പറഞ്ഞ ആ കട. ഏത് നെവർ എന്ന് പറയുന്ന, പിന്നെ 3/4 ട്രാക്ക് സ്യൂട്ടും ബനിയനും ടീഷർട്ടുകളൊക്കെ ഉള്ള ഓഫറുള്ള സ്ഥലമാണ്. നല്ല സാധനങ്ങളുണ്ട് കേട്ടോ. അവിടെയൊക്കെ ഇത് ഷോപ്പുകളാണ്. ഇതൊക്കെ ഷോപ്പിൻ്റെ ഏരിയയാണ്. പിന്നെ അങ്ങനെ ഇതുപോലെ ബനിയൻ, കുട്ടികൾക്കുള്ള ടീഷർട്ട് കാര്യങ്ങൾ, സ്ത്രീകൾക്കുള്ള ബ്രാൻഡ് സാധനങ്ങളൊക്കെ നല്ല ഓഫറിൽ കൊടുക്കുകയാണ്. ഇതിന് ഓഫർ കൊടുക്കാൻ കാരണം ഇത് കുറച്ച് പഴയതൊക്കെ ഉണ്ടാവും എന്നുള്ള ഉറപ്പ് തന്നെയാണല്ലോ. അങ്ങനെ ഞങ്ങൾ പുറത്തിറങ്ങി ഇവിടെ കുട്ടികൾക്കുള്ള സാധനങ്ങളൊക്കെ നോക്കി. അത്രയും സാധനങ്ങളുണ്ട്. അത്രയും എത്രയോനും സാധനങ്ങൾ നമ്മൾ വിചാരിച്ച മാതിരിയല്ല. ഇങ്ങനെയുള്ള മാർക്കറ്റ് നമ്മൾ കാണണമെങ്കിൽ ഇങ്ങോട്ട് തന്നെ വരണം. വേറെ എവിടെയും നമ്മൾ കേരളക്കാർ ഇങ്ങനത്തെ ഒരു മാർക്കറ്റ് ഉണ്ടെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഞങ്ങൾ പിന്നെ അവിടുന്ന് ഈ സാധനങ്ങളൊക്കെ കണ്ടു. പിന്നെ ബനിയനുകളാട്ടത്, ബനിയനും ടീഷർട്ടും, പിന്നെ ട്രാക്ക് സൂട്ട്, ട്രാക്ക് പാൻറ്റ്, എൻ്റെ ഇതൊക്കെ ഷോപ്പുകളിലാട്ടോ. ഷോപ്പിലുള്ളത് ഔട്ട് ചെയ്ത് വെച്ചതാണ്. ഷോപ്പത്തെ സാധനങ്ങൾ തന്നെയാണ്. അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളുണ്ട്. അതൊക്കെ സാധനങ്ങൾ നല്ല ക്വാളിറ്റി ഉള്ളതാണ്, ചില്ലറ സാധനങ്ങളില്ല. പിന്നീട് ഞങ്ങൾ എന്ത് ചെയ്തു, പിന്നെ ഇതാ സാധനങ്ങൾ വിൽക്കുന്ന കച്ചവടത്തിൻ്റെ സമയം വൈകുന്നേരം ആവുന്നിടത്തോളം തിരക്ക് കൂടുകയാണ്. ഇത് 150 രൂപയാണ് ഈ ടോപ്പിന് പറഞ്ഞ വില. 150 രൂപ. ഇത് ഞാൻ ഒന്ന് വാങ്ങിയിട്ടുണ്ട്. ഇത് നല്ല ക്വാളിറ്റിയുള്ള സാധനമായിട്ടാണ് തോന്നിയത്. കാരണം ഇത് ഇങ്ങനെ ക്വാളിറ്റി ഉള്ളത് ആദ്യമായിട്ടാണ് കാണുന്നത്. പിന്നെ ചില സാധനങ്ങൾ നമ്മൾ അങ്ങനെ നോക്കിയാൽ മനസ്സിലാകും. നമ്മൾ നോക്കി നല്ല ചെക്ക് ചെയ്തെടുത്താൽ പ്രശ്നമില്ല. ഇത് പാൻറ്റുകളാണ്. 500 രൂപയാണ് വില വരുന്നത്. ജീൻസ് പാൻറ്റുകളാണ്. പിന്നെ ബെൽറ്റ്, അങ്ങനെ സോക്സുകളൊക്കെ സാധാരണ 120 രൂപയാണ് വില വരുന്നത്. ടീഷർട്ടുകളാണ്. പാൻറ്റ്, ടീഷർട്ട് അതുപോലെയുള്ള സാധനങ്ങളാണ്. പിന്നെ കുട്ടികൾക്ക് കൂടുതൽ സാധനങ്ങൾ കുട്ടികൾക്കുണ്ട് കേട്ടോ. ഇതൊക്കെ ഷർട്ടുകളാണ്. ഷർട്ടുകൾ ഈ 300 രൂപയ്ക്കാണ് വില വരുന്നത്. നല്ല ബ്രാൻഡ് സാധനങ്ങളാണ്. ടീഷർട്ടുകളുണ്ട്. ടീഷർട്ടിന് 250, 100, 150 ബ്രാൻഡിനനുസരിച്ച് മാറ്റം വരും. 250 ബ്രാൻഡഡ് സാധനങ്ങൾക്ക്. 1000 രൂപയൊക്കെ വിലയുള്ള സാധനങ്ങൾക്കാണ് 250 രൂപ. കുറഞ്ഞ വിലൻ്റെയൊക്കെ 100 രൂപ ഒക്കെയാണ് വില വരുന്നത്. പക്ഷേ നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളാണെന്നുള്ളത് പ്രത്യേകം എടുത്ത് പറയേണ്ട. സാധനമൊക്കെ ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ്, ലോക്കൽ സാധനങ്ങളല്ല എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ സാധാരണ ഏതെങ്കിലും ഷോപ്പത്തെ മാതിരില്ല.
ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ് ഇവിടെ കൊടുക്കുന്നത്. ഏതായാലും സാധനങ്ങൾ കൂടുതൽ പർച്ചേസ് ചെയ്യാനുള്ളവർക്ക് അതുപോലെ ഷോപ്പുകളുള്ള ആളുകൾക്കൊക്കെ പ്രത്യേകം വരാൻ പറ്റിയ സാധനങ്ങളാണ്. പിന്നെ കടകളാണ്. അതുപോലെ ബ്രാൻഡ് സാധനങ്ങൾക്കും വില കുറവാണ്. പിന്നെ അങ്ങനെ എല്ലാ സാധനങ്ങളും മിക്കവാറും എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും. ഞങ്ങൾ ഇനിയും അത്രയും സ്ഥലം നടക്കാണ്ട് കിട്ടാം. ഞങ്ങൾക്ക് സമയം തികയാതെ വന്നതൊരു പ്രശ്നം മാത്രം. സത്യത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ മിഠായി തെരുവിന് ഏകദേശം ഒരു 4 ഞായറാഴ്ചയെങ്കിലും പോവേണ്ടി വരും. എന്നാലേ അത് ശരിയായി കിട്ടുള്ളൂ. കുറച്ചൊക്കെ കിട്ടണമെങ്കിൽ 4 ഞായറാഴ്ചയെങ്കിലും വേണ്ടി വരും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അത്രയും സ്ഥലങ്ങളുണ്ടല്ലോ. അത്രയും സ്ഥലത്തിൽ പരന്ന് കിടക്കുകയാണ് ഈ മാർക്കറ്റ്. ഈ മാർക്കറ്റ് അത്രയും തിരക്ക് പിടിച്ചു. ഇതൊരു ഉത്സവത്തിൻ്റെ പോലെ തിരക്കുണ്ട് കേട്ടോ. വൈകുന്നേരം 5 മണിയാകുമ്പോഴത്തേനും വിടാൻ തിരക്കുണ്ട് കൂടിയിട്ട് നമുക്ക് നിൽക്കാൻ കഴിയാത്ത രീതിയിൽ തിരക്ക് വരും. കച്ചവടം പോലും പിന്നെ എന്താണ് അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷേ വേറെ വിഷയം ശ്രദ്ധിക്കാനുള്ളത് ഇയാളെ നമ്മളെ ചാനലിൽ വന്നിട്ട് ഒന്ന് വിഷ് ചെയ്തതാണ് ചാനലിന് വേണ്ടിയിട്ട്. പിന്നെ വേറെ വിഷയം പിന്നെ പോക്കറ്റടി കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇത് വളരെ എല്ലായിടത്തുള്ള വിഷയമാണ്. ഈ പോക്കറ്റടി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒന്നും കാണാണ്ടാവില്ല. അപ്പോൾ പൈസ ആരും പോക്കറ്റിൽ നടക്കണില്ലെങ്കിൽ പോലും പിന്നെ ഫോൺ പോക്കറ്റടിച്ച് പോകാനാണ് ഇപ്പോഴത്തെ സാധ്യത. ഇപ്പോൾ ബാറ്റിൻ്റെ ഷോറൂം നല്ല നല്ല ബ്രാൻഡ് സാധനങ്ങളെ ഷോറൂമും കളക്ഷനൊക്കെ ഇവിടെ ഉണ്ടെന്നുള്ള ആദ്യം മനസ്സിലാക്കുക. അല്ല ലോക്കൽസ് മാത്രമല്ല ഇവിടെ ഉള്ളത്, എല്ലാ ബ്രാൻഡ് സാധനങ്ങളുണ്ട്. ലിനൻ ഷർട്ട് പീസുകൾ, ലിനൻ പിന്നെ പാൻറ്റിങ് ഒക്കെ ഉണ്ട് കേട്ടോ. ഷർട്ടിങ്, പാൻറ്റ് ഒക്കെ ബ്രാൻഡ് സാധനങ്ങൾ മാത്രം വിൽക്കുന്ന കടകളും ഇവിടെ ഉണ്ട്. അതും വില കുറവ് തന്നെയാണ്. നമ്മുടെ നാട്ടിലെ അപേക്ഷിച്ച് വില കുറവ് തന്നെയാണ്. നമുക്ക് പെട്ടെന്ന് പോയി വരാൻ പറ്റിയ ഒരു സ്ഥലമാണല്ലോ ഇവിടെ. ട്രെയിനിലാണ് കയറുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് പോയി വരാം. പിന്നെ ഹലുവ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഹലുവകൾ, ചുരിദാർ, ചെരുപ്പുകൾ 150 രൂപയ്ക്കാണ് ചെരുപ്പിനൊക്കെ പറഞ്ഞ വില. 150 രൂപയ്ക്ക് നല്ല ചെരുപ്പുകൾ കിട്ടും. അതുപോലെ ആളുകൾ തിരക്ക് വരികയാണ്. തിരക്കാണ് നമുക്കൊരു പ്രയാസം ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് പറയുന്നത് വൈകുന്നേരത്തിൽ കച്ചവടത്തിന് നിൽക്കരുത്. നിങ്ങൾ നേരത്തെ പോയിട്ട് സാധനങ്ങൾ വാങ്ങുക. വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രയാസം ഉണ്ടാക്കും, എല്ലാവർക്കും പ്രയാസം ഉണ്ടാക്കി തീർക്കും. എന്നാലും വൈകുന്നേരം ആകുമ്പോൾ ചിലപ്പോൾ കച്ചവടങ്ങൾ ഒന്നും കൂടി സാധനം വില കുറയാനും സാധനം എന്തെങ്കിലും കൂടി മനസ്സിലാക്കുക. തിരക്ക് പിടിച്ച നമ്മളൊക്കെ യുവാക്കളൊക്കെ പോലുള്ള ആൾക്കാർക്കൊക്കെ പോകാം. കുട്ടികളൊക്കെ ആയിട്ട് പോകുമ്പോൾ പ്രയാസങ്ങളാണെന്നാണ് പറഞ്ഞു വരുന്നത്. ഏതായാലും ഞങ്ങൾ പോയിട്ട് പിന്നെ കൃത്യം 4:30 5:15 ഞങ്ങൾ വണ്ടി വന്നിട്ടുള്ളത്. അപ്പോൾ 4:45 ഞങ്ങളവിടെ തിരിക്കുകയാണ്. 4:45 4:40 ഞങ്ങളവിടെ നിന്ന് പോരുന്നുണ്ട്. അതുവരെയുള്ള സമയം കൊണ്ട് ഞങ്ങൾ കാണാനുള്ളതൊക്കെ കണ്ടുകൊണ്ട് 4:40 ഞങ്ങളവിടെ നിന്ന് തിരിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിലുള്ളത്. അപ്പോൾ ഈ സ്ഥലങ്ങൾ രണ്ടും ഫുള്ളായിട്ടുണ്ട് കേട്ടോ. ആളുകൾ അങ്ങോട്ട് പോകുന്നു, ഇങ്ങോട്ട് വരുന്നു. ഇങ്ങനെ ഈ വൈകുന്നേരം ആവുന്നിടത്തോളം ജനങ്ങളെ തിരക്ക് നമുക്ക് നിൽക്കാൻ കഴിയാത്ത തിരക്കായി മാറി. സത്യത്തിൽ അത്ഭുതപ്പെടുകയാണ്. ഇത് ഇത്രയും തിരക്കുള്ള ഒരു ഷോപ്പാണല്ലോ ഈ മിഠായി തെരുവ്. ഇന്ന് അത്ഭുതമാണ്. ഏതായാലും വന്ന് കാണുക, ഇവിടെ സാധനങ്ങൾ എടുക്കുക. പിന്നെ ഫോൺ ശ്രദ്ധിക്കുക, പോക്കറ്റടി ശ്രദ്ധിക്കുക. സാധനങ്ങൾക്ക് നിങ്ങൾക്ക് അത്രയും നോക്കിയെടുക്കാൻ കഴിയുന്നെങ്കിൽ വളരെ നല്ല ഓപ്ഷനാണ്. ബ്രാൻഡ് സാധനങ്ങൾ വേണമെങ്കിലും വാച്ചുകളാണെങ്കിലും ഒക്കെ ഇവിടെ നല്ല വിലക്കുറവിൽ കിട്ടുന്നതാണ്. അപ്പോൾ അത് നോക്കിയെടുക്കാൻ നിങ്ങൾക്ക് കഴിവും പിന്നെ പാകതയും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വന്നിട്ട് ഇവിടെ നിങ്ങൾക്ക് സ്വന്തം കൈകൊണ്ട് സ്വന്തം അനുഗ്രഹത്തോടു കൂടി തന്നെ നിങ്ങൾക്കെടുത്ത് ഇത് വളരെ പൊക്കമായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇവിടെ കാണാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് നമുക്കും ഈ തിരക്കിൻ്റെ അംഗമായിട്ട് തിരക്കിലൊരു അംഗമായ ഒരു മനുഷ്യനെ കുഞ്ഞായിട്ട് നമുക്ക് മുന്നോട്ട് പോകാമെന്ന് പ്രത്യേകമായി അറിയിച്ചുകൊണ്ട് ഞങ്ങളിതാ ഇവിടെ നിന്ന് വിട പറയുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം എന്നറിയിച്ചുകൊണ്ട് ഞങ്ങളിതാ ഈ തിരക്കിലേക്ക് ഊളിയിടുകയാണ്. തിരക്കിൻ്റെ ഏതേലും മൂലക്കിൽ ഞങ്ങളും പൊങ്ങുന്നതാണ് എന്നറിയിച്ചുകൊണ്ട് പിന്നെ ഇതിലെ കുട്ടികളായിട്ട് പോകുമ്പോൾ ശ്രദ്ധിക്കാറുള്ള ഇങ്ങനത്തെ കളിപ്പാട്ടങ്ങൾ കണ്ടാൽ പിന്നെ കുട്ടികൾ വിടില്ല കേട്ടോ. അതുകൂടി മനസ്സിലാക്കണം. കുട്ടികളായിട്ട് പോകുമ്പോൾ പ്രശ്നമാണ്. പിന്നെ നല്ല കളിപ്പാട്ടങ്ങൾ സാധനങ്ങൾ കുട്ടികൾക്ക് പറ്റിയൊക്കെ ഉണ്ട്. ഏതായാലും ചെരുപ്പുകൾ പിന്നെ ടാക്സ് സൂട്ട് ഒക്കെ നല്ല ടാക്സ് സൂട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ. നോക്കിയിട്ട് വാങ്ങുക. ഫ്ലിപ്കാർട്ടിലാണോ അവിടെയാണോ വിലക്കുറവെന്ന് നോക്കിക്കോളി. ഫ്ലിപ്കാർട്ടിൽ ഉള്ളമാനും കാട്ടിയും വിലക്കുറവ് ഉണ്ടോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. എന്നാലും ഫ്ലിപ്കാർട്ടിലും ഇവിടെ ഏകദേശം വിലക്കുറവായിട്ടും തോന്നുന്നുണ്ട്. എന്നാലും നോക്കുക, കാണുക, മനസ്സിലാക്കുക, മാർക്കറ്റിനെ പഠിക്കാത്ത ചെയ്യരുത്. പഠിച്ച ക്വാളിറ്റി പഠിക്കുക. എന്നതിന് ശേഷം മാത്രം നിങ്ങളുടെ റിസ്കിൽ നിങ്ങളുടെ വസ്തുക്കൾ വാങ്ങുക. പൊട്ട്, ചതവ് ഒക്കെ ഉണ്ടായെന്ന് നോക്കുക. നല്ല സാധ്യത ഉണ്ട്. ഇവിടത്തെക്കാട്ട് കൂടുതൽ ഇവിടെ ചതവും കാണില്ല. നമ്മൾ കോയമ്പത്തൂർ പോയതാണ് എല്ലാ വാട്ടില്ലാത്ത സാധനങ്ങൾ കുറവായിരുന്നു. എല്ലാത്തിനും ചെറിയൊരു ഹോൾസെയിൽ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള പ്രയാസം ഇവിടെ ഉണ്ടാവില്ല എന്ന് തൽക്കാലം നിങ്ങൾക്ക് വിടാം.